ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെയിൻ ലൂബിനെ പറ്റിയായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ചെയിൻ ലൂബ്, ഇത് ഒരു കിടിലൻ ചെയിൻ ലൂബാണ്. ഇതും മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഇത് റോളോണിൻ്റെ ചെയിൻ ലൂബാണ്. ഇതും മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. പിന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം ഈ സാധനം എന്താണെന്ന്. അപ്പോൾ ഗൈസ്, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെയിൻ ലൂബ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു നല്ല ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോ സ്പില്ല. ഇത് ഇപ്പോൾ നമ്മളിങ്ങനെ വീല് കറങ്ങുകയെന്ന് വെച്ചോ. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ റോളോണിൻ്റെ ചെയിൻ ലൂബ് അടിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റും ചെയിൻ ലൂബ് അടിച്ചിട്ടുണ്ടെന്ന്. ഇങ്ങനെ ഒരുമാതിരി ഒരു ഗ്രീസ് പോലെയൊക്കെ കയറി വരും. അത് ഈ ചെയിൻ ലൂബല്ല ഞാൻ അടിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അത് ഈ സാധനം അടിച്ചാല ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ നേരെ മറിച്ച് നിങ്ങൾ ഈ ഒരു ബ്രാൻഡിൻ്റെ സാധനം അടിച്ചു കഴിഞ്ഞാൽ, ഇത് പ്യൂർ സിന്തറ്റിക് ആണ്. ഇതിനകത്ത് സിന്തറ്റിക് കോമ്പണൻറ്റ്സ് മാത്രമേ ഉള്ളൂ ഈ ചെയിൻ ലൂബിനകത്ത്. അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ക്ലിയറായിട്ട് ഇരിക്കും. അപ്പോൾ ഗൈസ്, ഈ രണ്ട് ചെയിൻ ലൂബിൻ്റെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ചെയിൻ ലൂബാണ് ഇതാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും. അറൗണ്ട് ഒരു 600-700 കിലോമീറ്റേഴ്സ് വരെ ഒരു സ്പ്രേയിൽ ഇത് ഓടിക്കോളും. ഇത് ഓടും. ഇതും ഒരു അറൗണ്ട് 500. പക്ഷേ അതിൻ്റെ നടുക്ക് ഭാഗം എല്ലാം ക്ലിയർ ആകാൻ തുടങ്ങും. അപ്പം ഒരു ചെയിൻ നോയ്സ് വരാൻ തുടങ്ങും ഈ ഒരു ചെയിൻ ലൂബിൽ നിന്ന്. പിന്നെ ഇതിൻ്റെ മെയിൻ വ്യത്യാസത്തോടെ ഞാൻ കാണിച്ചു തരാം എന്താ ഈ രണ്ട് ചെയിൻ ലൂബിൻ്റെ വ്യത്യാസം. ഈ ഐറ്റം നമ്മൾ അടിച്ചു കഴിഞ്ഞാണല്ലോ, എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എൻ്റെ വീലിപ്പം കാണാം, ഫുള്ള് ഗ്രീസാണ്. ഇതിങ്ങനെ ചെയിൻ കറങ്ങാൻ നേരത്ത് ഇവിടെ അവിടെ എല്ലാം അടിച്ച് നമ്മുടെ വീല് മൊത്തം ഇപ്പോൾ ഈ സിൽവർ ഈ ട്രിമ്മിൽ തന്നെ കണ്ടില്ലേ, ഫുള്ളൊരു ബ്ലാക്ക് സ്പോട്ട് എടുക്കുന്നത്. ഈ ചെയിൻ ലൂബ് തെറിക്കുന്നത്, ഇത് കറങ്ങുന്നതനുസരിച്ച് അവിടെ ഇവിടെ എല്ലാം തെറിക്കും. എന്നാൽ ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ യാതൊരു പ്രശ്നം തെറിക്കത്തില്ല. എന്നാൽ ഇതുപോലെ ഗ്രീസ് പോലെ ഇരിക്കത്തുമില്ല. പിന്നെ ഗൈസ്, ഈ ഒരു ഐറ്റം, ഇത് ജസ്റ്റ് ഒരു ഗിയർ ഓയിലാണ്. ഗിയർ ഓയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഗിയർ ഓയിൽ എഴുതിയേക്കുന്നത്. ഇത് ഞാൻ എന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗിയർ ഓയിൽ ആകെ കൂടെ നമുക്ക് 70 രൂപ അല്ലെ 80 രൂപ ആകത്തുള്ളൂ. ഇത് ജസ്റ്റ് ഞങ്ങൾ സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ട് വണ്ടി ഒന്ന് ഫസ്റ്റ് ഗിയർ ഇട്ട് കറക്കി വിട്ടിട്ട് നൈസായിട്ട് ഒഴിച്ചു വിട്ടു. നല്ല അടിപൊളി സ്മൂത്തായിരിക്കും നിങ്ങളുടെ ചെയിൻ, വണ്ടിയും സ്മൂത്തായിരിക്കും. പിന്നെ ഈ സ്പില്ല് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് ജസ്റ്റ് ഒരു ലിക്വിഡ് അല്ലേ, അപ്പോൾ ഇത് സ്പില്ല് ചെയ്യും. എന്നാലും ചീപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചെയിൻ ലൂബ് എവിടെയെങ്കിലും നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ ഏത് ഗിയർ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത എന്തെങ്കിലും പരിപാടിയായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ.